Social Science, Class 7, History Chapter 5, Rulers and Builders, Session 2. Good morning, dear kids. How are you? Are you safe in your home? Okay, dear ones. God bless you. Let's start the continuation of the chapter. Gardens, tombs, and forts. Under the Mughals, architecture became more complex. Babur, Humayun, Akbar, Jahangir, and especially Shah Jahan were personally interested in literature, art, and architecture. In his autobiography, Babur described his interest in planning and laying out formal gardens placed within rectangular walled enclosures and divided into 4 quarters by artificial channels. These gardens were called Charba 4 gardens because their symmetrical division into quarters. മുഗൾ ചക്രവർത്തിമാർ ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ബാബർ തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹത്തിന് ആർക്കിടെക്ചറിൽ എത്രമാത്രം താല്പര്യം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. അതായത് ബാബറും ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, പ്രത്യേകിച്ച് ഷാജഹാൻ എല്ലാവരും വളരെയധികം ആർട്ടിലും ലിറ്ററേച്ചറിനും ആർക്കിടെക്ചറിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ചുറ്റുമതിലുകളോടുകൂടിയുള്ള ഒരു ഗാർഡനും അതിനെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതും അതിനെക്കുറിച്ചും ഒക്കെ തൻ്റെ അതായത് ആർട്ടിഫിഷ്യൽ ചാനൽസോട് കൂടിയ ഗാർഡൻ ആണെന്നും അതിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ അതിനെപ്പറ്റിയൊക്കെ ബയോഗ്രഫിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ദീസ് ഗാർഡൻസ് വെയർ കോൾഡ് ചാർബ 4 ഗാർഡൻസ് എന്ന് പറയുന്നു ബിക്കോസ് ഓഫ് ദർ സിമെട്രിക്കൽ ഡിവിഷൻ ഇൻറ്റു ക്വാർട്ടേഴ്സ്. Beginning with Akbar, some of the most beautiful charbaks were constructed by Jahangir and Shah Jahan in Kashmir and Agra and Delhi. There were several important architectural innovations during Akbar's reign. For inspiration, Akbar's architects turned to the tombs of his Central Asian ancestor Timur. The central towering dome and the tall gateway, Pishtak, became important aspects of Mughal architecture, first visible in Humayun's tomb. The tomb was placed in the center of a huge formal charba and built in the tradition known as 8 paradises. Husht Bihisht, a central hall surrounded by 8 rooms. The building was constructed with red sandstone edged with white marble. Dear kids, look at this picture. This picture is tomb of Humayun, constructed between 1562 and 1571. അക്ബറിൻ്റെ ഭരണകാലത്താണെങ്കിൽ ദർ വെർ സെവറൽ ഇമ്പോർട്ടൻറ്റ് ആർക്കിടെക്ചറൽ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആർക്കിടെക്ട്സ് ടിമൂറിൻ്റെ ടോംബ് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മോടി പിടിപ്പിക്കാൻ തുടങ്ങി. അപ്പം പുതിയ പുതിയ ഐഡിയാസ് അവർ ഓരോ ഇതും കൊണ്ടുവന്നു. അപ്പോൾ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ ഈ ആർക്കിടെക്ചർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ദ ടോംബ് വാസ് പ്ലേസ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് എ ഹ്യൂജ് ഫോർമൽ ചാർബ ആൻഡ് ബിൽറ്റ് ഇൻ ദ ട്രഡിഷൻ നോൺ ആസ് 8 പാരഡൈസ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊരു താഴികക്കുടം പോലെ നമുക്ക് കാണാം. അത് മിക്ക പള്ളികളിലുമൊക്കെ നമുക്ക് കാണാം അല്ലേ, ഒരു റൗണ്ട് ഷേപ്പിൽ താഴികക്കുടം എന്ന് പറയും, ഡോം, അതാണ് കാണുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഇവർ കൊണ്ടുവന്നതാണ്. ഈ പുതിയ പുതിയ അവരുടെ ആർക്കിടെക്ചറലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ആണ്. ഈ സ്മാരകം അപ്പോൾ ഈ സെൻട്രലായിട്ട് നിൽക്കുന്നു. എ സെൻട്രൽ ഹാള് സറൗണ്ടഡ് ബൈ 8 റൂംസ്, 8 റൂമുകൾ കൊണ്ട് ഇങ്ങനെ സറൗണ്ട് ചെയ്തിരിക്കും. ദ ബിൽഡിംഗ് വാസ് കൺസ്ട്രക്റ്റഡ് വിത്ത് റെഡ് സാൻഡ് സ്റ്റോൺ, അതായത് ആൻഡ് എഡ്ജഡ് വിത്ത് വൈറ്റ് മാർബിൾ. ഇത് റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചതാണ്. എഡ്ജസിൽ വൈറ്റ് മാർബിൾസും നമുക്ക് കാണാം. It was during Shah Jahan's reign that the different elements of Mughal architecture were fused together in a grand harmonious synthesis. അപ്പം ഷാജഹാൻ്റെ ഭരണകാലഘട്ടത്തിൽ നമുക്ക് കാണാം മുഗൾ ആർക്കിടെക്ചർ എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാ നല്ല ആശയങ്ങളെല്ലാം കൂടെ കൂടിച്ചേർത്ത് വളരെ ഒരു നല്ല ഒരു ഇതാണ് ആർക്കിടെക്ചറൽ ഐഡിയാസാണ് അവർ കൊണ്ടുവന്നത്. His reign witnessed a huge amount of construction activity, especially in Agra and Delhi. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്ത് എടുത്തു പറയപ്പെട്ട കൺസ്ട്രക്ഷൻസാണ് ആഗ്രയിലും ഡൽഹിയിലും ഒക്കെ
ഉണ്ടായിരുന്നത്. The ceremonial halls of public and private audience were carefully planned, placed within a large courtyard. These courts were also described as chihil, sutun or 40 pillared halls. അപ്പോൾ സെറമോണിയൽ ഹാൾസൊക്കെ പബ്ലിക്കിനും പ്രൈവറ്റിനും വേണ്ടിയിട്ടുള്ള എല്ലാം അദ്ദേഹം കെയർഫുള്ളായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പ്ലേസ്ഡ് വിതിൻ എ ലാർജ് കോർട്ട്യാർഡ്. അപ്പോൾ ദീസ് കോർട്ട്സ് വെയർ ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ചിഗിൽ സുത്തൂൻ ഓർ 40 പില്ലേഡ് ഹോൾസ് എന്ന് ആണ് പറഞ്ഞിരുന്നത്. ഷാജഹാൻസ് ഓഡിയൻസ് ഹാൾസ് വെയർ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ടു റെസംബിൾ എ മോസ്ക്. അപ്പോൾ ഷാജഹാൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ഹാളുകളെല്ലാം മോസ്കിന് സമാനം ആയിരുന്നു. The pedestal on which his throne was placed was frequently described as the Qibla, the direction faced by Muslims at prayer. Since everybody faced that direction when court was in session, the idea of the king as a representative of God on earth was suggested by these architectural features. The connection between royal justice and the imperial court was emphasized by Shah Jahan, where in his newly constructed court in the Red Fort at Delhi. Behind the emperor's throne were a series of pietra dura inlays that depicted the legendary Greek god Orpheus playing the lute. അതായത് ബിഹൈൻഡ് ദ എംപറേഴ്സ് ത്രോൺ, അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പുറകിലായിട്ട് പിയട്ര ഡ്യൂറ എന്താണ്? പിയട്ര ഡ്യൂറ colored hard stones placed in depressions carved into marble or sandstone, creating beautiful ornate patterns. Pietra dura inlays that depicted the legendary Greek god Orpheus playing the lute. It was believed that Orpheus's music could calm ferocious beasts until they coexisted together peaceably. The construction of Shah Jahan's audience hall aimed to communicate that the king's justice would treat the high and the low as equals, creating a world together in harmony. In the beginning of his reign, Shah Jahan's capital was at Agra. Agra is a city where the nobility had constructed their homes on the banks of the river Yamuna. They were set in the midst of formal gardens constructed in the Chaharbagh format. The Chaharbagh garden was also described the riverfront garden. The Chaharbagh garden was also described riverfront garden. In this, the dwelling was not located in the middle of the Chaharbagh, out at its edge, close to the bank of the river. Shah Jahan took the riverfront garden in the layout of the Taj Mahal. It was the grandest architectural accomplishment of his reign. Here the white marble mausoleum was placed on a terrace by the edge of the river and the garden was to its south. Shah Jahan developed this architectural form as a means to control the access that nobles had to the river. Shah Jahan set the new city at Delhi in the name of Shah Jahanabad. In the city, the imperial palace commanded the riverfront. Only specially favored nobles like his eldest son, Dara Shikoh, were given access to the river. All others had to construct their homes in the city away from the river യമുന. അതായത് ഷാജഹാന് താല്പര്യമുള്ളവർക്ക് മാത്രമാണ് അവിടെ ഇത് ചെയ്യാൻ അവരുടെ പാലസ് കൊട്ടാരങ്ങൾക്ക് കെട്ടാനുള്ള അനുമതി നൽകിയിരുന്നത്. ബാക്കിയുള്ള അവരൊക്കെ എന്താണ്, അവരുടെ ഹോംസ് എവിടെയാണ്? ഓൾ അതേഴ്സ് ഹാഡ് ടു കൺസ്ട്രക്ട് ദെയർ ഹോംസ് ഇൻ ദ സിറ്റി away from the river Yamuna. Dear ones, Shah Jahan was the greatest and most magnificent builder among the Mughals. Shah Jahan was very fond of building magnificent buildings. Due to his great love for architecture, he is known in history as an engineer emperor. His reign is called the Golden Age of Mughal architecture. He is remembered even today for his two things. First one is the
Taj Mahal and the Peacock Throne. He had built the Taj Mahal on the bank of Yamuna River at Agra in the memory of his beloved Queen Mumtaz Mahal. The Peacock Throne was golden jewel-studded throne which was used by him. Other beautiful buildings constructed by Shah Jahan were Jama Masjid, Red Fort, Moti Masjid at Delhi. Next one is region and empire. With the increase in construction activity between the 8th and 18th centuries, there was a considerable sharing of ideas across regions. The traditions of one region were adopted by another. In Vijayanagara, the elephant stables of the rulers were strongly influenced by the style of architecture found in the adjoining sultanates of Bijapur and ഗോൽക്കൊണ്ട. അതായത് 8-ാം നൂറ്റാണ്ടിനും 18-നും ഇടയിൽ പലരുടെയും ഐഡിയാസ് അവർ ഷെയർ ചെയ്തിരുന്നു. അതിനുദാഹരണമായി വിജയനഗരത്തിൽ നിർമ്മിച്ച ദ എലഫൻറ്റ് സ്റ്റേബിൾസ് അത് ബീജാപ്പൂർ ഗോൽക്കൊണ്ട സുൽത്താനേറ്റിൽ നിന്നും ആയിരുന്നു. ടെമ്പിൾസ് വെർ കൺസ്ട്രക്റ്റഡ് ഇൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് സിമിലർ ടു ദ മുഗൾ പാലസസ് ഇൻ ഫത്തേപൂർ സിക്രി. അതായത് ഫത്തേപൂർ സിക്രിയിൽ മുഗൾ രാജാക്കന്മാരുടെ അവർ പണി കഴിപ്പിച്ചിരുന്ന ഓരോ സ്റ്റൈലിലായിരുന്നു മധുരയ്ക്കടുത്തുള്ള ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നത്. ദ ക്രിയേഷൻ ഓഫ് ലാർജ് എംപയേഴ്സ് ദാറ്റ് ബ്രോഡ് ഡിഫറെൻറ്റ് റീജിയൻസ് അണ്ടർ ദ റൂൾ ഹെൽപ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ടിസ്റ്റിക് ഫോംസ് ആൻഡ് ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്. മുഗൾ റൂളേഴ്സ് വെർ particularly skilled in adapting regional architectural styles in the construction of their own buildings. In Bengal, the local rulers had developed a roof that was designed to resemble a thatched hut. The Mughals liked this Bangla dome so much that they used it in their architecture. The impact of other regions was also evident. In Akbar's capital at Fatehpur Sikri, many of the buildings bear the impact of the architectural styles of Gujarat and Malwa. The authority of the Mughal rulers won in the 18th century, yet the architectural styles developed under their patronage were constantly used and adopted by other rulers whenever they tried to establish their own kingdoms. ഫത്തേപൂർ സിക്രിയിലെ മുഗൾ രാജാക്കന്മാരുടെ ആർക്കിടെക്ചറൽ സ്റ്റൈലിലായിരുന്നു മധുരയ്ക്കടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചിരുന്നത്. ഒരുപാട് റീജിയൻ അവരുടെ കൺട്രോളിൽ വന്നപ്പോഴത്തേക്കും പുതിയ പുതിയ ആർട്ടിസ്റ്റിക് ഫോംസും ആർക്കിടെക്ചറൽ സ്റ്റൈൽസും ഒക്കെ ഉടലെടുത്തു. മുഗൾ ഭരണാധികാരികൾ അവരുടെ ബിൽഡിങ്സ് പണി കഴിപ്പിച്ചിരുന്നത് റീജിയണൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽസൊക്കെ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ബംഗാളിലെ ലോക്കൽ റൂളേഴ്സ് പണി കഴിപ്പിച്ചിരുന്ന പല ബിൽഡിങ്സിലും റൂഫ് ഒരു താച്ച്ഡ് ഹട്ടിന് സാമ്യം ഉള്ളതായിരുന്നു. ഇത് മുഗൾസിന് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റൈൽസ് അവരുടെ ആർക്കിടെക്ചറിൽ ഉൾപ്പെടുത്തിയത്. ഫത്തേപൂർ സിക്രിയിലുള്ള പല ബിൽഡിങ്സിലും ഗുജറാത്തിലെയും മാൾവയിലെയും ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും. മുഗൾസിൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന ആർക്കിടെക്ചറൽ സ്റ്റൈല് അവരുടെ ഭരണം കഴിഞ്ഞിട്ട് പോലും നിലനിന്നു. മറ്റുള്ളവർ അതിനെ ഫോളോ ചെയ്തു. പിന്നീട് വന്ന രാജാക്കന്മാരും ഭരണാധികാരികളെല്ലാം ആ സ്റ്റൈല് ഫോളോ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ കിഡ്സ്, ഇൻ ദിസ് ചാപ്റ്റർ റൂളേഴ്സ് ആൻഡ് ബിൽഡിങ്സ് ടെൽസ് us about different rulers of medieval India, about their love for architecture and art. For example, Qutbuddin Aibak had constructed the Qutub Minar around 1199 in Delhi. Between the 8th and 18th centuries, kings and their officers built two types of structures. The first were forts, palaces, gardens, residences, and tombs, etc. And the second were structures meant for public activity, including temples, mosques, tanks, wells. Monuments of this age provide an insight into the technologies used for construction. Temples and mosques were beautifully constructed because they were places of worship. Under the Mughals, architecture became more complex. Babur, Humayun, Akbar, Jahangir, and particularly Shah Jahan were interested in art, architecture, and literature. Many Mughal rulers constructed very beautiful gardens also.
As construction activity increased between the 8th and 18th centuries, there was also a considerable sharing of ideas across regions. The traditions of one region were adopted by another. Okay, kids, now we finish this chapter. Thank you for your attention. I hope you all understood today's session. Okay, dear ones, we will meet in our next class. Bye bye.